റിയൽ വുഡ് വർക്കിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് പോലെ ചെറിയ വീതി കുറഞ്ഞ ഇതുപോലുള്ള പലകയുടെ പീസുകൾ ഉപയോഗിച്ചിട്ട് ഒരു ഷെൽഫ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയാണ്. നിങ്ങൾ വീഡിയോ ശ്രദ്ധയോടെ കാണുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഇതാണ് ഇതിൻ്റെ ടോപ്പിൽ വരുന്ന പീസ്. ഇതിൻ്റെ നീളം 106 സെൻറ്റിമീറ്റർ, വീതി 40 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ താഴെ വരുന്നത്. ഇതിൻ്റെ നീളം 98.5 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം. അതുപോലെ തന്നെ 36.8 ഇതിൻ്റെ വീതി. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ പീസാണ് നമ്മുടെ ഷെൽഫിൻ്റെ റൈറ്റും ലെഫ്റ്റും വരുന്ന അതിൻ്റെ സൈഡ് പീസ്. ഇതിൻ്റെ വീതി താഴത്തെ തട്ടിൻ്റെ വീതി സെയിമാണ്, നീളത്തിൽ വ്യത്യാസമുണ്ട്. 75 സെൻറ്റിമീറ്റർ നീളം, 36.8 സെൻറ്റിമീറ്റർ വീതി. ഈ പീസ് നമ്മുടെ ഷെൽഫിൻ്റെ നടുക്ക് വരുന്ന തൂക്ക് പീസാണ്. ഇതിൻ്റെ നീളം 68 സെൻറ്റിമീറ്ററാണ്, വീതി 36 സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മൾ ഷെൽഫിന് 2 തട്ട് കൊടുക്കുന്നുണ്ട്. നീളം 57 സെൻറ്റിമീറ്റർ, വീതി 36 സെൻറ്റിമീറ്റർ. അതായത് ഈ ഉള്ളിൽ വരുന്ന ഈ തൂക്ക് തട്ടും ഈ ഉള്ളിൽ വരുന്ന ഈ നിരപ്പിൽ വരുന്ന ഈ തട്ടും ഒരേ വീതിയാണ്. അടുത്തതായിട്ട് ഒരു പോർഷനിൽ ഒരു തട്ട് കൂടി വരുന്നുണ്ട്. നീളം 39.5 സെൻറ്റിമീറ്റർ ആണ്, എന്നാൽ വീതി 36 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ ഇത്രയും പീസുകൾ വെച്ചിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇനി ഇങ്ങനെ സെറ്റ് ചെയ്യണം, നമുക്ക് നോക്കാം. ഓക്കെ, അതുപോലെ ഞാൻ ഈ ഷെൽഫ് ഫിറ്റ് ചെയ്യുന്നത് ആണി വെച്ചിട്ടാണ്. അത് ഞാൻ കാണിക്കുന്നില്ല ആണി വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ തന്നെ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ജോയിൻറ്റ് പിന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പലകൾ ജോയിൻ്റ് അടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ജോയിൻറ്റ് പിന്ന് അടിക്കുന്ന മുമ്പ് നമ്മൾ നന്നായിട്ട് പശ ഇട്ടിട്ട് വേണം ജോയിൻറ്റ് പിന്ന് അടിച്ച് പലക ജോയിൻ ചെയ്തെടുക്കാനായിട്ട്. സെറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് താഴത്തെ തട്ടിൻ്റെ ഈ ഭാഗത്ത് വരുന്നതാണ് ഈ തട്ട്. ഇതിൻ്റെ അളവ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുക. നമ്മൾ ഇതിൻ്റെ തൂക്ക് പീസ് ഇതാണ് വരുന്നത്. പിന്നെ നമ്മൾ ഇപ്പുറത്ത് വരുന്ന ഈ തട്ടിൻ്റെ പലക വെച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തേതും കൂടി വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണെങ്കിൽ നമുക്ക് അതിൻ്റെ തൂക്കിൻ്റെ ആ ഗ്യാപ്പ് കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ, ഇതുപോലെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം 36 സെൻറ്റിമീറ്റർ തന്നെയാണ്, എന്നാൽ വീതി 5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പോണേന് ഇനി ഇതിൻ്റെ ഉൾവശത്താണ് നമ്മൾ ഇതിൻ്റെ ഈ അളവ്. ഇവിടെ ഡ്രോയർ വരുന്നത് 4 ഇഞ്ചാണ് നമ്മൾ ഡ്രോയറിന് സ്പേസ് ഇടുന്നത്.
ഇനി ഇതിന്റെ സെന്റർ ഇത് എത്ര നോക്കിയിട്ട് അതിന്റെ സെന്റർ ഞാൻ മാർക്ക് ചെയ്യണേ 27 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുന്നത്. ഈ മാർക്ക് നല്ല മാർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതും അത് തന്നെ ചേർത്തിടുക. അപ്പോൾ സൈഡ് നമ്മൾ വരച്ച് കഴിഞ്ഞു, താഴത്തെ തട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇതിന്റെ അടിയിൽ ഈ ഒരു പീസിങ്ങിന് അടിയിൽ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് അതാ. നമ്മളിനി